മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ യജ്ഞവൽക്യോപനിഷത്താണ് കേട്ടത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശാക്യായനോപനിഷത്താണ്. ചിലപ്പോ കാത്യായനോപനിഷത്ത്, ശാക്യായനോപനിഷത്ത്, കാത്യായനോപനിഷത്ത്. ചിലതിൽ ഷാ പറയും, ചിലതിൽ കാ പറയും, ചിലതിൽ ടാ പറയും, ചിലതിൽ താ പറയും. ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ശാക്യായന മഹർഷി എഴുതിയ ഒരു ഉപനിഷത്താണ് ഇത്. ഈ ഉപനിഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അഹിംസ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തുക, ഇങ്ങനെയാണ് അനുകമ്പ ഉണ്ടാവുക, ഇങ്ങനെയാണ് ദയ ഉണ്ടാവുക, ഇങ്ങനെയാണ് കരുണ ഉണ്ടാവുക, ഇങ്ങനെയാണ് മനസ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക, ഇങ്ങനെയാണ് ശാന്തത ഉണ്ടാവുക, ഇങ്ങനെയാണ് പ്രാണായാമമൊക്കെ ചെയ്തിട്ട് മനസ്സിനെ നിയന്ത്രിക്കുക, ഇങ്ങനെയാണ് യോഗ വിദ്യയിലൂടെ മനുഷ്യന് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാം. ശരിക്കും പറഞ്ഞാൽ സംതൃപ്തി, സന്തോഷം, ചാരിതാർത്ഥ്യം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, ദയ തുടങ്ങിയ നല്ല ഗുണങ്ങൾ അത് മനസ്സിനകത്ത് യോഗവിദ്യയിലൂടെ സൃഷ്ടിച്ചു വേണം ഒരു സാധാരണ മനുഷ്യൻ സന്യാസത്തിലേക്ക് പോകാൻ എന്നാണ് ശാക്യായന മഹർഷി വിവരിക്കുക. സാധാരണക്കാർക്കും ഈ ഉപനിഷത്ത് വളരെ പ്രയോജനപ്പെടും. വാശിയും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും ഒന്നുമില്ലാത്ത ഒരവസ്ഥ, നല്ല മനസ്സിന്റെ അവസ്ഥ, ശുദ്ധമായ ചിത്തം, ശുദ്ധചിത്തം എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കന്, അത് ഉണ്ടാക്കാനായിട്ട് യോഗവിദ്യ എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്ന് ശാക്യായന മഹർഷി പറയും. ശരിക്കും ഒരു യോഗി എന്ന് പറയുന്ന വ്യക്തിക്ക് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ജയവും പരാജയവും സ്തുതിയും നിന്ദയും നമ്മുടെ ചുറ്റും കാണുന്ന പോസിറ്റീവുകളും നെഗറ്റീവുകളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ശരിക്കും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് കുടുംബാംഗങ്ങളുമായിട്ട് നമ്മൾ വ്യവഹരിക്കുമ്പോൾ തന്നെ നല്ല മനസ്സുണ്ടെങ്കിൽ, ശാന്തമായ മനസ്സ്, സംതൃപ്തമായ മനസ്സ്, ദയ നിറഞ്ഞ മനസ്സ്, കരുണ നിറഞ്ഞ മനസ്സ്, അതേപോലെ ശുദ്ധിയുള്ള മനസ്സ്, ഈ മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ഉടമസ്ഥൻ സന്യാസത്തിനായിട്ട് വനത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അയാള് സന്യാസിയെ പോലെ ജടയൊക്കെ വെച്ച് എല്ലാ പ്രത്യേക രീതിയിലുള്ള കാവ്യ വസ്ത്രമൊക്കെ കൊടുത്ത് കുറേ കാലം തപസ് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം വരുത്തി മുമ്പോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിനകത്തിരുന്ന് തന്നെ സന്യാസിയെ പോലെ ജീവിക്കാൻ സാധിക്കും. ഇതാണ് ഈ ഉപദേശത്തിന്റെ പ്രത്യേകത. ജനക മഹാരാജാവ് ശരിക്കു പറഞ്ഞാൽ ഈ യജ്ഞവൽക്യോപനിഷത്തിൽ ജനകനെ കുറിച്ചാണ് പറയുന്നത്. ശാക്യായനോപനിഷത്തിന് മുമ്പ് ഞാൻ വിവരിച്ചത് ജനക മഹർഷിയോട് യജ്ഞവൽക്യൻ പറയുന്നതാണ്. അപ്പൊ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ രാജ ഋഷിയായിട്ട് ജീവിക്കാൻ സാധിക്കും. കുടുംബത്തിനകത്ത് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു സന്യാസിയുടെ പവിത്രത, ഒരു ഋഷിയുടെ പവിത്രത നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാലോചിച്ച് നോക്കാം. വസിഷ്ഠൻ ഭാര്യാസമേതനാണ്. അരുന്ധതി എന്ന ഭാര്യ വസിഷ്ഠൻ ഉണ്ടായിരുന്നു. ആ അരുന്ധതി എന്ന ഭാര്യ ഉണ്ടായിരുന്നപ്പോഴും ശരിക്ക് ദശരഥ മഹാരാജാവിന്റെ രാജഗുരുവായ വലിയ വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിയായിട്ട് ഈ വസിഷ്ഠൻ നിലനിന്നിരുന്നു. അപ്പൊ കുടുംബം ഉള്ളത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് ആയി ജീവിക്കുന്ന സമയത്ത് സന്യാസിയാവാൻ പാടില്ലെന്നൊന്നുമില്ല. ഇതാണ് ശാക്യായനൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. യജ്ഞവൽക്യനും വിവരിക്കുന്ന അത് തന്നെയാണ്. അപ്പൊ യജ്ഞവൽക്യ വിവരണവും ശാക്യായന വിവരണവും എല്ലാം നോക്കിയാൽ സന്യാസം, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങള്, പരമമായ സന്യാസിയുടെ ജീവിത ലക്ഷ്യം, കർമ്മബന്ധം, അറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശാക്യായനോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിനെ കുറിച്ചുള്ള വിവരണമാണ്. ചിത്തശുദ്ധി എങ്ങനെ ഉണ്ടാവണം, പ്യൂരിറ്റി ഓഫ് മൈൻഡ്. നമുക്ക് പലർക്കും ഇല്ലാത്തത് അത് തന്നെയാണ്. ആ ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് മനസ്സ് ക്ലീൻ ചെയ്യണം. പാത്രം ക്ലീൻ ചെയ്യുന്ന മാതിരി, ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന മാതിരി നിരന്തരം ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ട്
ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നമായി ഉപയോഗിക്കാത്തത് കൊണ്ടോ നിരന്തരം തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒരു പാത്രവും വസ്ത്രവും അപവിത്രമാകുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒരിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ടോ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടോ അപവിത്രമാകുന്നു. ആ അപവിത്രമായ മനസ്സിനെ ചിത്തശുദ്ധിയിലൂടെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ യോഗചര്യയ്ക്ക് സാധിക്കും എന്നുള്ള വിവരണമാണ് ഇവിടെ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉപനിഷത്ത് നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ, പഠിക്കാനൊന്നുമില്ല, ഡീപ്പായിട്ടൊന്നും അതിനകത്തില്ല, വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ 21ാം നൂറ്റാണ്ടിലെ ജീവിതത്തിന് ചിത്തശുദ്ധി എത്രത്തോളം പ്രയോജനപ്രദമാകുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ഇത് രണ്ടാമത്തേതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനഃശുദ്ധി. ഞാൻ ഇപ്പൊ പറഞ്ഞ ലിസ്റ്റിൽ മൂന്നാമതായിട്ടാണ് മനസ്സ് വരുന്നത്. അപ്പൊ ശരീരശുദ്ധി, മനഃശുദ്ധി. അപ്പൊ മനസ്സ് ശുദ്ധമായാൽ ശരീരത്തിനെ വളരെ പോസിറ്റീവിലേക്ക് നയിക്കാൻ മനസ്സിന് സാധിക്കും. ആ മനസ്സ് ശുദ്ധി എന്ന് പറയുന്നതാണ് ഒരു തരത്തില് ചിത്തശുദ്ധി എന്ന് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. അതിന് ഏറ്റവും നല്ലത് ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിച്ച് നാമം ജപിച്ച് മനസ്സിനകത്തുള്ള അപകർഷതാബോധം, മറ്റ് വാശീപക വിദ്വേഷം ഇത് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതില്ലാതെയാക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിലൂടെ നമ്മുടെ മനസ്സിനകത്ത് നിലനിൽക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള അശുദ്ധികൾ മാറ്റിയിട്ട് പോസിറ്റീവായ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.